ആരാണോ ബിസിനസ് ബോധ്യപ്പെട്ടിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നത്, അവരാണ് ഈ ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധ്യത കൂടുതലുള്ള ആൾക്കാർ. സോ ഇങ്ങനെ 2:1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് അനുപാതം വന്നു. നമുക്ക് വരുമാനത്തിന് എലിജിബിൾ ആവാനായിട്ട് നമ്മൾ ലെഫ്റ്റ് ടീമിൽ ഒരാളെയും റൈറ്റ് ടീമിൽ ഒരാളെയും ജോയിൻ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്, സ്പോൺസർ ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ടീമിൽ 2 റൈറ്റ് ടീമിൽ 1 അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റോ ആ ഒരു അനുപാതത്തിൽ ബിസിനസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻകം നമുക്ക് കിട്ടുകയാണ് വെറും ഒരു 200 രൂപ വരുമാനം കിട്ടുകയാണ്. വളരെ വലിയ വരുമാനത്തിലേക്കുള്ള ചെറിയൊരു തുടക്കമാണിത്. നമുക്ക് നോക്കാം അടുത്തൊരു ബിസിനസ്, അടുത്തൊരു ഇൻകം വരാനായിട്ട് 2+1 ആവശ്യമേ ഇല്ല. 1+1 ബിസിനസ് വന്നാൽ മതി. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? എഗെയിൻ ഒരു 200 രൂപ ഇൻകം കിട്ടുന്നുണ്ട്. ഈ മാച്ചിങ് കമ്മീഷൻ ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ഈ രീതിയിൽ സപ്പോസ് ഒരു 5 ബിസിനസ്, ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് ടീമിൽ ആൾക്കാർ എണ്ണം കൂടിയിട്ടുണ്ട്, അവരിലൂടെ ആയിട്ട് ഒരു 5 ബിസിനസ് ലെഫ്റ്റ് ടീമിലും 5 പേര് പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വന്നു. ഒരു 3 ആള് റൈറ്റ് ടീമിലും വന്നു. മാച്ചിങ് നടന്നത് 3+3 ആണ്. 200 × 3 600 രൂപ നമ്മുടെ ഇൻകം ആണ്. ലെഫ്റ്റ് ടീമിൽ അധികമുള്ള 2 ബിസിനസ് അടുത്ത ക്ലോസിങ്ങുകളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അഗെയിൻ ലെഫ്റ്റ് ടീമിൽ ഒരു 8 പുതിയ ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അവിടെ 10 ബിസിനസ് ഉണ്ട്. റൈറ്റ് ടീമിൽ ഒരു 5 ബിസിനസ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വെച്ചാൽ മാച്ചിങ് നടന്നത് 5:5, 5+5 ആണ്. 200 × 5 1000 രൂപ നമ്മുടെ വരുമാനമാണ്. ഇവിടെയും അതെ, പവർ സൈഡ് എപ്പോഴും അൺലിമിറ്റഡ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. ലെഫ്റ്റ് ടീമിൽ 5 ബിസിനസ് അധികമുണ്ട്, അത് അടുത്ത ക്ലോസിങ്ങുകളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു. ഈ ക്ലോസിങ്ങുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോസിംഗ് നടക്കുന്നത് ഓരോ മണിക്കൂറിലുമാണ്. എവരി അവർ ആണ്, പെർ അവറിലാണ്, ഓരോ മണിക്കൂറിലുമാണ്. ഓരോ മണിക്കൂറിലും നമുക്ക് 1000 രൂപ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 24 ക്ലോസിംഗ് നടക്കും അവിടെ ഒരു ദിവസത്തിൽ. 1000 × 24 24,000 രൂപ നമുക്ക് വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു മാസത്തിലാണെങ്കിൽ 24,000 × 30 എന്ന് പറഞ്ഞാൽ 7,20,000 രൂപ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വരികൾക്കിടയിലൂടെ ഒന്ന് വായിക്കേണ്ടതുണ്ട്. എക്സലന്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ നമുക്ക് തന്നിട്ട് വെറും 750 രൂപയുടെ മാച്ചിങ്ങിലൂടെ 750 രൂപയുടെ മാച്ചിങ് നടത്തിയിട്ട് അതിന് നമുക്ക് 200 രൂപ വരുമാനം തന്നിട്ട് പ്ലസ് ഒരു മണിക്കൂറിൽ 200 × 5 1000 രൂപ വരുമാനം തന്നിട്ട് ഒരു ദിവസം 24,000 രൂപ, ഒരു മാസത്തിൽ 7,20,000 രൂപ വരുമാനം തരുന്നു. പവർ സൈഡ് അൺലിമിറ്റഡ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. 750 കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് 2,250 ബെനിഫിറ്റ് തിരിച്ചു കൊടുക്കുന്നു. ഇന്നേ വരെ സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. നൈൽകാർട്ടിലൂടെയാണ് ആദ്യമായിട്ട് ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി, വളരെ പവർഫുൾ സ്ട്രാറ്റജി ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ 3 ബിസിനസ് സെന്റർ മാജിക് ഉണ്ട്. നമുക്കിത് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും തുടക്കത്തിൽ ശ്രദ്ധിക്കില്ല, പിന്നീടാണ് ശ്രദ്ധിക്കുക, പിന്നീടാണ് പറയുക ഓ അതങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത്, നമുക്കറിയാം നൈൽകാർട്ടിൽ ഒരു നമ്മുടെ ഐ ഡി സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐ ഡി സൈനപ്പ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് 3 ID ക്രിയേറ്റ് ആവും. ഒരു ഐ ഡി അടിച്ചാൽ മതി, 3 ID ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. മുകളിൽ M എന്ന് പറഞ്ഞിട്ട് ഒരു ID നമ്പർ, അതേ ID നമ്പറിൽ L എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ID, അതേ ID നമ്പറിൽ R എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡ്, 3 ID ആണ് ക്രിയേറ്റ് ആവുക. ID നമ്പർ ഒന്നായിരിക്കും, M-ഉം L-ഉം R-ഉം. ഈ A എന്ന് പറഞ്ഞ വ്യക്തിക്ക് 3 ID കിട്ടിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഒരു ID ആണ് ആക്ടിവേഷൻ ചെയ്തുള്ളൂ. അദ്ദേഹം ബിസിനസ് ഡെവലപ്പ് ചെയ്തു, ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും ഒക്കെ ഡെവലപ്പ് ചെയ്തു. ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലുമായിട്ട് ഒരു 5+5 ബിസിനസ് ചെയ്തു. 200 × 5 1000 രൂപ അദ്ദേഹത്തിന് വരുമാനം കിട്ടി. എന്നാൽ ബി എന്താ ചെയ്തെന്ന് വെച്ചെങ്കിൽ ബിക്ക് 3 ID, എല്ലാവർക്കും ഓരോരുത്തർക്കും 3 ID കിട്ടിയിട്ടുണ്ട്. ബി 3 IDയും ആക്ടിവേഷൻ ചെയ്തു. 3 ID ആക്ടിവേഷൻ ചെയ്യണം വെച്ചെങ്കിൽ നമ്മൾ എന്താ പറയുക, ഭാരിച്ച സംഖ്യ നമ്മൾ ചിലവഴിക്കേണ്ടതുണ്ടോ? 750 × 3 2,250 രൂപ മാത്രമേ ആവശ്യമുള്ളൂ. 2,250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ 2 മടങ്ങ് ബെനിഫിറ്റ് കമ്പനി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെയും അത് ലെഫ്റ്റ് ടീമും റൈറ്റ് ടീമും ഉണ്ട്. B1ന്റെ ലെഫ്റ്റ് ടീമും റൈറ്റ് ടീമും B2ഉം B3യുമാണ്. B2ന്റെ താഴെ AB 2 ടീമിനെ ഡെവലപ്പ് ചെയ്തു. B3 താഴെ AB 2 ടീമിനെ ഡെവലപ്പ് ചെയ്തു. B2ന്റെ താഴെയായിട്ട് 5+5 ബിസിനസ് വന്നു. B3 താഴെയായിട്ട് 5+5 ബിസിനസ് കൊണ്ടുവന്നു. B2ൽ ഇവിടെ 1000 രൂപ ഇൻകം കിട്ടി, B3യിൽ 1000 രൂപ ഇൻകം കിട്ടി. B1ലാണെങ്കിൽ അധികമാണ് അവിടെ ബിസിനസ് വന്നിട്ടുള്ളത്, അവിടെയും 1000 രൂപ ഇൻകം കിട്ടി. ടോട്ടൽ 3000 രൂപ. ഈ രീതിയിൽ 3 ID ആക്ടിവേഷൻ ചെയ്തിട്ട് 4 ടീമിനെ ഡെവലപ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വരുമാനം കിട്ടി. എന്നാൽ എയെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂറിൽ 1000 രൂപയെ വരുമാനം കിട്ടുന്നുള്ളൂ, കാരണം ഒരു ID മാത്രമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അവിടെ ഒരു ദിവസം 24,000 രൂപയെ കിട്ടുന്നുള്ളൂ. ബിക്ക് അങ്ങനെയല്ല, ഒരു മണിക്കൂറിൽ 3000 രൂപ കിട്ടുന്നതുകൊണ്ട് ഒരു ദിവസം 3000 × 24 എന്ന് പറഞ്ഞാൽ 72,000 രൂപ ഒരു ദിവസം വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിധി അത്രയുണ്ട്.
ഒരു മാസത്തിലാണെച്ചെങ്കിലോ 72,000 ഇൻറ്റു 30 എന്ന് പറഞ്ഞാലോ 21,60,000 രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്യോ അതോ 3 ഐഡിയ ആക്ടിവേഷൻ ചെയ്യോ, ചോയ്സ് നമ്മുടെയാണ്. ആൻഡ് അടുത്തൊരു ഇൻകമാണ് ലെവൽ അപ്ഗ്രേഡ് ബോണസ് എന്ന് പറയും. ഇത് ഒരു ഗംഭീര സ്ട്രാറ്റജിയാണ്. ഒരു ലൂസറിനെ പോലും ക്രിയേറ്റ് ചെയ്യാതെ ഒരു 10 ലെവല് നമുക്ക് ഇന്ന് ഒരേ ലെവലിൽ നിന്നാ പോരാ, നമ്മൾ അടുത്തടുത്ത ലെവലിലേക്ക് കയറി പോകണം. നമ്മൾ മാത്രം ഒറ്റയ്ക്ക് പോയാൽ പോരാ, നമ്മുടെ ഒപ്പമുള്ള ആളുകളെയും ചേർത്ത് പിടിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ടതുണ്ട്, മുകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ 10 സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാണ്ട്, ഫസ്റ്റ് സ്റ്റാർ, സെക്കൻഡ് സ്റ്റാർ, തേർഡ് സ്റ്റാർ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഐഡിയ ആണിത്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഒരു 10 ആളെ, ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു 10 ആളെ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വരുമാനം കിട്ടാനായിട്ട് ആ 10 പേര് നമ്മുടെ ഫസ്റ്റ് ലെവലിലുള്ള ആൾക്കാരായിട്ട് ഓട്ടോമാറ്റിക്കലി മാറും, ലെവൽ അപ്ഗ്രേഡ് ബോണസ് കിട്ടാനായിട്ട്. ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 500 രൂപയാണ് നമ്മൾ മുടക്കേണ്ടത്. ഈ 500 രൂപ കമ്പനിക്ക് വെറുതെ കൊടുക്കുന്നതാണോ? ഒരിക്കലുമല്ല. 500 രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 500 രൂപ പൂർണ്ണമായിട്ടും നമ്മുടെ തന്നെ റീചാർജ് വാലറ്റിലേക്ക് പോകുന്നുണ്ട്. റീചാർജിലൂടെ 2% കിഴിവ് റിബേറ്റ് കിട്ടിയിട്ട് പൂർണ്ണമായിട്ടും 500 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് എടുക്കാൻ സാധിക്കുന്നത്. ആ 500 രൂപ പൂർണ്ണമായിട്ടും നമ്മുടെ ഷോപ്പിംഗ് വാലറ്റിലേക്ക് പോകുന്നുണ്ട്. ആ ഷോപ്പിംഗ് വാലറ്റിലേക്ക് വന്നിട്ടുള്ള 500 രൂപ ഉപയോഗിച്ചിട്ട് ഒരു 500 രൂപ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. സോ 500 രൂപ കൊടുത്ത് ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്ത വ്യക്തിക്ക് എത്ര ബെനിഫിറ്റ് കിട്ടി? 500 പൂർണ്ണമായിട്ടും ക്യാഷ് ബാക്ക് കിട്ടി, 500 പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കമ്പനി നമുക്ക് തരികയും ചെയ്തു. മൈ ഡിഫറൻസ് ഈ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു. ഇവിടെ ഈ 10 പേരിൽ ഒരാള് 500 രൂപ കൊടുത്തിട്ട് ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ നേരിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് അങ്ങനെ ചെയ്തത്, ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. ആ 500 രൂപ പൂർണ്ണമായിട്ടും ഫസ്റ്റ് ലെവൽ എന്നുള്ള ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇൻസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്യലും ആ സെക്കൻഡില് നമ്മുടെ വാലറ്റിലേക്ക് ആ കമ്മീഷൻ വരലും ഒരുമിച്ചാണ് നടക്കുന്നത്. 10 പേരും അങ്ങനെ ചെയ്താലോ 500 × 10 5000 രൂപ നമുക്ക് ഫസ്റ്റ് ലെവലിൽ കിട്ടുന്നുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയാണ്, 10 ലെവൽ വരെ ഞാൻ പോകുന്നില്ല, ഒരു 4 ലെവൽ വരെ കേൾക്കാനുള്ള ക്ഷമ ഓരോരുത്തരും കാണിക്കണം. ഈ ഫസ്റ്റ് ലെവലിലെ ഈ 10 പേര് ഒരു 10 പേരെ കൊണ്ടുവന്നു, ഉദാഹരണമാണ് കേട്ടോ, കൂടാൻ കുറയാം. അങ്ങനെയാണെന്നുവെച്ചെങ്കിൽ ആ ഫസ്റ്റ് ലെവലിലെ ആൾക്കാർ, അവർ കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ സെക്കൻഡ് ലെവലിലാണ്. 10 പേരെ കൊണ്ടുവരികയാണെന്നുവെച്ചെങ്കിൽ സെക്കൻഡ് ലെവലിൽ 100 പേരുണ്ടാവും. സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാണ്ട് 1000 രൂപയാണ് മുടക്കേണ്ടത്. 1000 മുടക്കിയാൽ യാതൊരു വിഷമവും ഒരാളും വിചാരിക്കേണ്ടതില്ല. 5000 കിട്ടിയിട്ടാണ് മാച്ചിങ് കമ്മീഷൻ ഓരോ മണിക്കൂറിൽ 1000 രൂപ വേറെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 5000 കൊടുത്ത വ്യക്തിക്ക് 2000 അയൽക്കാട്ട് തിരിച്ചു കൊടുത്തോളും. അതും ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ നമ്മുടെ സെക്കൻഡ് ലെവലുള്ള ഈ 100 പേരിൽ ഒരാള് സെക്കൻഡ് സ്റ്റാർ 1000 രൂപ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്തു. പൂർണ്ണമായിട്ടും ആ 1000 രൂപ നമുക്ക് സെക്കൻഡ് ലെവൽ എന്നുള്ള ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. 100 പേരും അത് ചെയ്താൽ 1,00,000 രൂപ കിട്ടുന്നുണ്ട്. സെക്കൻഡ് ലെവലിലുള്ള 100 പേര് 10 പേരെ കൊണ്ടുപോകുന്നാൽ അവിടെ തേർഡ് ലെവലിൽ അവിടെ 1000 പേരുണ്ടായിരിക്കും. തേർഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. ഒരാളിൽ നിന്ന് 1500 രൂപ കിട്ടുന്നു. അത് 1000 പേരെന്ന് വെച്ചെങ്കിൽ 15 ലക്ഷം രൂപ കിട്ടാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. ഞാൻ ഒരു ലെവലും കൂടി മാത്രമാണ് പറയുന്നത്. അത് കേൾക്കാനുള്ള ധൈര്യം, വിവേകം നമ്മൾ കാണിക്കണം. 1000 പേര് ഒരു 10 പേരെ കൊണ്ടുപോകുന്നാൽ സ്വാഭാവികമായിട്ടും 4th ലെവലിൽ അവിടെ 10000 പേര് ഉണ്ടായിരിക്കും. ഉദാഹരണമാണ്, കൂടാൻ കുറയാം. 4th സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 2000 രൂപയാണ്. നമ്മുടെ 4ാമത്തെ ലെവലിലുള്ള ഒരാൾ 4th സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്താൽ ഒരാളിൽ നിന്ന് നമുക്ക് 2000 രൂപ കിട്ടും. 10000 പേരും അത് ചെയ്താൽ 2000 × 10000 എന്ന് പറഞ്ഞാൽ 2 കോടി രൂപ 4th ലെവലിൽ നിന്ന് നമുക്ക് ലെവൽ അപ്ഗ്രേഡ് ബോണസ് കിട്ടാൻ സാധ്യതയാണ് അവിടെ ഉള്ളത്. ഈ ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും പറയുമ്പോൾ ഒരിക്കലും നമ്മൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. 10000 പേരുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോഴാണ് വലിയ ഫിഗർ വന്നത്. 10000 പേർക്ക് പകരം 10 പേരേ ഉള്ളൂ 4ാമത്തെ ലെവൽ എന്ന് വിചാരിക്കുക. 2000 × 10 20,000 രൂപ കിട്ടുള്ളൂ. ഇങ്ങനെ ഡിഫറൻസ് ചെയ്ത് 10 ലെവൽ വരെ പോയി കഴിഞ്ഞാൽ എന്താ പറയാ, ഈ ഒറ്റ ഇൻകം പ്ലാൻ മതി ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും വരുമാനം നമുക്ക് കിട്ടാനായിട്ട്. ഒരു ലൂസറെ പോലും ക്രിയേറ്റ് ചെയ്യാതെ ഗംഭീര ഒരു സ്ട്രാറ്റജിയാണ് നൈൽകാർട്ട് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് തേർഡ് ബോണസ് എന്ന് പറഞ്ഞാൽ റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ് ആണ്. ഇത് ഓരോ പ്രോഡക്റ്റിനും നിശ്ചിത പോയിന്റ് വാല്യൂ PV ഉണ്ട്, ഓരോ പ്രൊഡക്റ്റിനും ഉണ്ട്. ഏത് പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്താലും ആ പ്രോഡക്റ്റിന് എത്ര PV ആണോ ഉള്ളത്, 1 PV = 1 rupee, അത്രയും സംഖ്യ നമുക്ക്
റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ് ആയിട്ട് തിരിച്ചു തരും. MRP DP തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇങ്ങനെയാണ് കമ്പനി ക്രമീകരിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ് കിട്ടുന്നുണ്ട്. നാലാമത്തെ ഒരു ഇൻകമാണ് റീപർച്ചേസ് ടീം ബോണസ് എന്ന് പറയുന്നത്. റീപർച്ചേസ് ടീം ബോണസ് എന്ന് പറയുന്നത് റീപർച്ചേസ് വരുമാനം ഇല്ലാത്ത ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇവിടെ നമുക്ക് ഗംഭീരമായിട്ട് നെൽക്കാട്ട് റീപർച്ചേസ് കമ്മീഷൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഐഡിയ ആണിത്. നമുക്ക് ലെഫ്റ്റ് ടീമും റൈറ്റ് ടീമും, ലെഫ്റ്റ് ടീമിൽ ആരൊക്കെയുണ്ടോ റൈറ്റ് ടീമിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ അതേ സ്ട്രക്ചറിൽ അതേ ജീനിയോളജിയിൽ ഇവിടെയും ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും അവരൊക്കെ ഇവിടെയും ഉണ്ട്. ലെഫ്റ്റ് ടീമിൽ ഏതെങ്കിലും ഒരാൾ ഒരു പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തു, 100 PV പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്ത് തരിക. റൈറ്റ് ടീമിലും അതേമാതിരി ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 100 PV മാച്ചിങ് നടന്നപ്പോൾ 1 PV = 1 രൂപ. നമ്മുടെ റീപർച്ചേസ് ഇൻകം എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. 3000 PV മാച്ചിങ് നടന്നു വരിക, 3000 രൂപ നമ്മുടെ റീപർച്ചേസ് ഇൻകം ആണ്. ഈ റീപർച്ചേസ് ഓട്ടോമാറ്റിക്കലി നടക്കും, വളണ്ടറി ആയിട്ടും നടക്കും. ഓട്ടോമാറ്റിക്കലി നടക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്, അത് ഏത് വരുമാനമായിക്കോട്ടെ, മാച്ചിങ് കമ്മീഷൻ ആയിക്കോട്ടെ, ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ നമ്മുടെ വാലറ്റിലേക്ക് 10% മാറ്റിവെക്കും. അതായത് 100 രൂപ വരുമാനം കിട്ടി 10 രൂപ, 1000 രൂപ വരുമാനം കിട്ടി 100 രൂപ, 10000 രൂപ വരുമാനം കിട്ടി 1000 രൂപ നമ്മുടെ റീപർച്ചേസ് വാലറ്റിലേക്ക് മാറ്റിവെക്കും. നമുക്കും നമ്മുടെ ടീം അംഗങ്ങൾക്കും ആ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് റീപർച്ചേസ് ചെയ്യാൻ മാത്രമാണ് സാധിക്കുന്നത്. പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലുള്ള ആളുകളെ വരുമാനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് മാച്ചിങ് കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും, നമുക്ക് ലെവൽ അപ്ഗ്രേഡ് ബോണസ് കിട്ടിക്കൊണ്ടേയിരിക്കും, നമുക്ക് ഓട്ടോമാറ്റിക്കലി റീപർച്ചേസ് കമ്മീഷൻ സ്റ്റാർട്ട് ആവും, റീപർച്ചേസ് കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. ദെൻ നമുക്ക് വളണ്ടറി ആയിട്ട്, അതായത് നമ്മളിപ്പോൾ കടകളിൽ നിന്ന് പല പല സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്നു. അതിൽ എല്ലാ സാധനങ്ങളും അല്ല, എന്നാൽ പല സാധനങ്ങളും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടുന്ന് വാങ്ങുമോ പുറത്തുനിന്ന് വാങ്ങുമോ? തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ടീം അംഗങ്ങൾ ഇവിടുന്നേ വാങ്ങുള്ളൂ. അങ്ങനെ വളണ്ടറി ആയിട്ടും നൈൽക്കാർഡിൽ റീപർച്ചേസ് നടക്കാൻ വേണ്ടി പോവാണ്. ഈ ഓൺലൈൻ ഷോപ്പിൽ ഏഡാകുന്നതോട് കൂടിയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു മാറ്റമാണ്. റീപർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യും, എല്ലാ വരുമാനങ്ങളും സ്റ്റാർട്ട് ചെയ്യും. റീപർച്ചേസ് വരുമാനം സ്റ്റാർട്ടായി എന്ന് പറഞ്ഞാൽ നൈൽക്കാർട്ട് എന്തൊക്കെയാണ് നമുക്ക് വരുമാനങ്ങൾ തരുന്നത്, ആ വരുമാനം മുഴുവൻ സ്റ്റാർട്ട് ആവാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ 5000 PV മാച്ചിങ് നടന്നു കഴിഞ്ഞാൽ 5000 രൂപയാണ് നമ്മുടെ റീപർച്ചേസ് ഇൻകം. ഒരു ദിവസം നമുക്ക് ഡെയിലി 5000 രൂപ റീപർച്ചേസ് വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നൈൽക്കാർട്ടിലൂടെ. ഇവിടെയും അതെ, പവർ സൈഡ് അൺലിമിറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ലെഫ്റ്റ് ടീമിലോ റൈറ്റ് ടീമിലോ അധികമായിട്ടുള്ള PV പോയിന്റ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ അല്ല, 3 ഐഡിയ ഉണ്ട്. 5000 × 3 15000 രൂപ നമുക്ക് പെർ ഡേ, എവറി ഡേ റീപർച്ചേസ് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ഇഷ്ടമാണ്. 4.5 ലക്ഷം രൂപ നമുക്കൊരു മാസത്തിൽ റീപർച്ചേസ് ഇൻകം എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും ചെറിയ സിമ്പിളാണ്, പക്ഷെ അതിന്റെ ശക്തി എന്ന് പറഞ്ഞാലോ, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാലോ വളരെ വലുതാണ്. ആൻഡ് ഇവിടെ പേഴ്സണൽ പർച്ചേസ് ഉണ്ട്. ഈ ബിസിനസ് ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, സംഗതി കേൾക്കാൻ നല്ല ഒരു രസമുണ്ട്, സുഖമൊക്കെ ഉണ്ട്, പക്ഷേ ഈ റീപർച്ചേസിംഗ് ഒക്കെ കിട്ടണം വെച്ചെങ്കിൽ നമ്മൾ ദിവസവും എന്ത് ചെയ്യണം വെച്ചെങ്കിൽ, മാസവും എന്ത് ചെയ്യണം വെച്ചെങ്കിൽ, ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് ഡോർ ടു ഡോർ ഇങ്ങനെ വിറ്റ് നടക്കണ്ടേ? ഒരിക്കലും അങ്ങനെ ആവശ്യമില്ല. നമ്മുടെ പേഴ്സണൽ പർച്ചേസ് PV എത്രയാണ്? ഇപ്പൊ 100 PV ആണ് നമ്മൾ സ്വന്തമായിട്ട് റീപർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക. അതിന്റെ 20 മടങ്ങ് 2000 രൂപയാണ് ഒരു ദിവസത്തെ നമ്മുടെ ആ റീപർച്ചേസ് ഇൻകത്തിന്റെ പരിധി. നമ്മൾ 200 PV വാങ്ങിയിട്ടുണ്ടോ, 4000 രൂപയാണ് പെർ ഡേ നമ്മുടെ റീപർച്ചേസ് ഇൻകത്തിന്റെ പരിധി. അതല്ല നമ്മൾ 250 PV വാങ്ങിയിട്ടുണ്ടോ, 250ന്റെ 20 മടങ്ങ് എന്ന് പറഞ്ഞാൽ 250 × 20 എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ് നമ്മുടെ ഒരു ദിവസത്തെ റീപർച്ചേസ് ഇൻകത്തിന്റെ പരിധി. ഇവിടെ ഒരു 250 PV നമ്മൾ റീപർച്ചേസ് ചെയ്താൽ അതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. 1 വർഷത്തേക്ക് നമുക്ക് റീപർച്ചേസ് ആ കണ്ടീഷൻ അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. അതിനേക്കാൾ കൂടുതൽ നമ്മൾ റീപർച്ചേസ് നമ്മുടെ പേഴ്സണൽ പർച്ചേസ് ആയിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. ഒരിക്കലും നമ്മൾക്ക് എന്തിന്റെ ആവശ്യം വരുന്നില്ല, ഡോർ ടു ഡോർ ഇങ്ങനെ വിറ്റ് നടക്കേണ്ട ആവശ്യം, എന്നാൽ റീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യം താല്പര്യമുള്ള ആൾക്കാർക്കോ അത് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. സോ സച്ച് എ ഗ്രേറ്റ് പ്ലാൻ എന്ന് പറയാനായിട്ട്. ഇനി ഒരൊറ്റ ഇൻകം പ്ലാനും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം ബൈ ടേക്കിംഗ് ഒരു 2 or 3 minutes. ഇതേവരെ പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും ഗംഭീരമായിട്ടൊരു ഇൻകമാണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത്. ഇവിടെ 5 ലെവലിൽ നിന്നാണ് നമുക്ക് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടുന്നത്. ലെവൽ അപ്ഗ്രേഡ് ബോണസ് 10 ലെവൽ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ 5 ലെവലിൽ നിന്നാണ്. നമ്മൾ ഉദാഹരണം എടുത്തത് 10 പേരെ നമ്മൾ നേരിട്ട് കൊണ്ടുപോകുന്നതാണ്.
ആ ഉദാഹരണം നമുക്ക് ഇവിടെയും എടുക്കാം. ആ അതേ 10 പേര് ഈ വരുമാനം തരാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ഇവിടെയും ഉണ്ട്. ഈ 10 പേര് തൊട്ട് മുന്നേ പറഞ്ഞ റീപർച്ചേസ് കമ്മീഷൻ ഉണ്ടല്ലോ, ഒരു ഡെയിലി 5000 രൂപ മാക്സിമം വരുമാനം വാങ്ങിക്കാം എന്ന് പറഞ്ഞ റീപർച്ചേസ് കമ്മീഷൻ, അതിന്റെ അടിസ്ഥാനം നമ്മൾ നേരിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ 10 പേര് എത്ര റീപർച്ചേസ് കമ്മീഷൻ എവറി ഡേ വാങ്ങിക്കുന്നു, അതിന്റെ 50%, 50% നമുക്ക് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആയിട്ട് കിട്ടും. ഇവരൊരു മാസത്തിൽ ഒരു 10000 രൂപ 10 പേരും കൂടിയിട്ട് 1000 വെച്ചിട്ട് 10000 രൂപ 10 പേരും ഇൻകം വാങ്ങിച്ചു. 50% എന്ന് പറയുമ്പോൾ 5000 രൂപ നമുക്ക് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടും. ഈ ബോണസ് കിട്ടാനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാറും സെക്കൻഡ് സ്റ്റാറും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. 50% ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടുന്നത്. അടുത്ത 2 സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്താൽ സെക്കൻഡ് ലെവലിൽ 100 പേരുണ്ടെന്ന എക്സാമ്പിൾ ആണ്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ 1000 രൂപ ഒരു മാസത്തിൽ വരുമാനം വാങ്ങിക്കുകയാണ്. 1 ലക്ഷം രൂപ ഒരു വരുമാനം വാങ്ങിച്ചിട്ട് 20% നമ്മുടെ ഇൻകമാണ്. ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആണ് 20000 നമ്മുടെ ഇൻകമാണ്. ഇങ്ങനെ 5 ലെവൽ വരെയുള്ളൂ. ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് 5ാമത്തെ ലെവലിൽ എത്തിക്കാം. 3ാമത്തെ ലെവലിൽ ഈ എക്സാമ്പിൾ പ്രകാരം 1000 പേരുണ്ട്, അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. അവർ വാങ്ങിക്കുന്ന റീപർച്ചേസ് വരുമാനത്തിന്റെ 10% നമുക്ക് കിട്ടും. 4ാമത്തെ ലെവലിൽ 10000 പേരുണ്ട്, അവർ വാങ്ങിക്കുന്നതിന്റെ 10% നമുക്ക് കിട്ടും. 5ാമത്തെ ലെവലിൽ 1 ലക്ഷം പേരുണ്ട്. ഈ ഉദാഹരണ പ്രകാരം അവർ വാങ്ങിക്കുന്ന റീപർച്ചേസ് കമ്മീഷന്റെയും 10% നമുക്ക് കിട്ടും. ഈ ടോട്ടൽ ഈ 5 ലെവലിലായിട്ട് 1,11,110 ആൾക്കാരുണ്ട് ഈ ഉദാഹരണ പ്രകാരം കേട്ടോ. ഞാൻ അതിന്റെ ആവറേജ് എടുക്കുകയാണ്. ഒരു 1000 പേരാണ് ഈ 1,11,110 ആൾക്കാരിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുള്ളൂ എന്ന് വിചാരിക്കുക. ഈ 1000 പേര് ഒരു മാസത്തിൽ ഒരു 1000 രൂപ വരുമാനം റീപർച്ചേസ് വരുമാനം വാങ്ങിക്കുകയാണ്. ടോട്ടൽ അവിടെ 10 ലക്ഷം രൂപ ഒരു വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. ആ 10 ലക്ഷത്തിന്റെ 10% കൂട്ടിയാൽ മതി. നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 1 lakh rupees ആയിട്ട് മാറും. ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് മാസത്തിൽ അവർ 1000 രൂപ വരുമാനം വാങ്ങിക്കാൻ ചെയ്യല്, അവർ ഡെയിലി 1000 രൂപ വരുമാനം വാങ്ങിക്കാൻ ചെയ്യലോ, ഡെയിലി നമുക്ക് 1 ലക്ഷം രൂപ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടുന്നുണ്ട്. സോ സച്ച് എ ഫാന്റാസ്റ്റിക് പ്ലാൻ വേണം പറയാനായിട്ട്. ഒരു 1 lakh to 5 lakh rupees ഒക്കെ ഇൻകം ഡെയിലി കിട്ടാവുന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലാൻ ആണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത്. ആൻഡ് 6 റാങ്കുകളുണ്ട്. നമ്മുടെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും വരുന്ന റീപർച്ചേസ് PV കുമുലേറ്റീവ് ആയിട്ട് വരുന്നതേ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട അടിസ്ഥാനത്തിലാണ് 2 ലക്ഷം റീപർച്ചേസ് PV മാച്ചിങ് നടന്നാൽ ഫസ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്ത് നമുക്കൊരു ലാപ്ടോപ്പ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. അങ്ങനെ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ തുടർച്ചയായിട്ട് വരുന്ന റീപർച്ചേസ് ബിസിനസ്സിലൂടെ, ടീം ബിസിനസ്സിലൂടെ നമുക്ക് ഫോറിൻ ട്രിപ്പ്, ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ, ട്രാവൽ ഫണ്ട്, കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, അങ്ങനെ സുപ്രീം റാങ്ക് ആയിട്ടുള്ള ക്രൗൺ റാങ്ക് ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് അച്ചീവ് ചെയ്യാനായിട്ട് സമയപരിധി ഇവിടെ ഇല്ല. നമ്മളിവിടെ ഉണ്ടായാൽ മതി, നമ്മൾ സിൻസിയർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മതി, നമ്മുടെ ടീംമേറ്റ്സിനെ വളരെ സിൻസിയർ ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഒരുമിച്ച് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രേറ്റ് പ്ലാൻ ആണ് ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു 30-35 മിനിറ്റ് കഷ്ടി സംസാരിച്ചു. അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള, ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. സച്ച് എ വണ്ടർഫുൾ പ്ലാൻ, സച്ച് എ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം ടൈൽകാർട്ട്. ആരൊക്കെയാണോ ഈ ബിസിനസ് ആദ്യമായിട്ട് കേൾക്കുന്നത്, വിത്ത് നോ ഡിലേ, ആരൊക്കെയാണോ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളത്, വിത്ത് നോ ഡിലേ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വലിയ വിജയങ്ങൾ ജസ്റ്റ് ഈ ഓൺലൈൻ ഷോപ്പിടെ അപ്ഡേഷൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് 5 വരുമാനങ്ങളും ആക്റ്റീവ് ആവാൻ വേണ്ടി പോവുകയാണ്. സോ ഗംഭീരമായിട്ടുള്ള വിജയം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്.